നമസ്കാരം. കോമേഴ്സ് ട്യൂട്ടറിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പ്ലസ് ടു അക്കൗണ്ടൻസിയിലെ ഫസ്റ്റ് ചാപ്റ്റർ അക്കൗണ്ടിംഗ് ഫോർ പാർട്ട്ണർഷിപ്പ് ബേസിക് കോൺസെപ്റ്റ്സ് ആയിരുന്നു. അതിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്നുള്ളതാണ്. ക്യാപിറ്റൽ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? വാട്ട് ഇസ് ക്യാപിറ്റൽ? ക്യാപിറ്റൽ ഈസ് ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ to the firm or to the sole proprietorship business or to a company. Company ആയിക്കോട്ടെ, sole proprietorship business ആയിക്കോട്ടെ, പാർട്ട്ണർഷിപ്പ് ഫേം ആയിക്കോട്ടെ, അതിൻ്റെ അകത്തോട്ടുള്ള ഓണറുടെ ഇൻവെസ്റ്റ്മെന്റിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഈ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കാറുണ്ടോ? ചില കമ്പനികൾ അല്ലെങ്കിൽ ചില പാർട്ട്ണർഷിപ്പ് ഫേംസ് ഇൻട്രസ്റ്റ് ക്യാപിറ്റലിന് കൊടുക്കാറുണ്ട്. അതിനെ എങ്ങനെയാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ ട്രീറ്റ് ചെയ്യുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ എങ്ങനെ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതിന് കുറച്ച് കേസസ് ഉണ്ട്. പല സാഹചര്യങ്ങളിൽ പല രീതിയിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് when the partnership deed does not exist, അതായത് പാർട്ട്ണർഷിപ്പ് ഡീഡ് നിലവിലില്ല, ഓർ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഡസ് നോട്ട് പ്രൊവൈഡ് ഫോർ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ അകത്ത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമ്മൾ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുമോ? യെസ് ഓർ നോ? നോ, നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കില്ല. ശരിയല്ലേ? സോ പാർട്ട്ണർഷിപ്പ് ഡീഡ് എക്സിസ്റ്റിംഗ് അല്ല, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ അകത്ത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ കുറിച്ച് ഒന്നും പറയുന്നില്ലെങ്കിൽ നമ്മൾ പാർട്ട്ണർഷിപ്പ് പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കുവോ? ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് ഇല്ല. നമ്മൾ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യത്തില്ല. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇസ് നോട്ട് അലൗഡ്. ഇനി സെക്കൻഡ് കേസ്, when the partnership deed provide for interest on capital but is silent on whether interest is charge or appropriation. പാർട്ട്ണർഷിപ്പ് ഡീഡ് പറയുന്നുണ്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണം, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കണം, പക്ഷേ അത് എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ചാർജ് ആണോ അപ്രോപ്രിയേഷൻ ആണോ എന്നുള്ളത് പറയുന്നില്ല. നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു എങ്ങനെയാണ് വാട്ട് ഈസ് ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് എന്നുള്ളത് കണ്ടായിരുന്നു. സോ ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും നമ്മൾ അത് കൊടുത്തിരിക്കണം. അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കൊടുത്താൽ മതി. അതുപോലെ തന്നെ അപ്രോപ്രിയേഷൻ ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്. സോ അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് അക്കൗണ്ടഡ് ആസ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല എങ്കിൽ ചാർജ് ആയിട്ടല്ല നമ്മൾ കാണിക്കേണ്ടത്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ആൻ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. And interest on capital is allowed only if there is a profit. Profit ഉണ്ടെങ്കിൽ മാത്രം ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി. ഇതിന് രണ്ട് സിറ്റുവേഷൻസ് ഉണ്ട്. ലോസ് ഇൻകേർഡ്, നഷ്ടമുണ്ടായാൽ എന്ത് ചെയ്യും? ഇഫ് ഇറ്റ് ഇസ് എ ലോസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇസ് നോട്ട് അലൗഡ്. ഇപ്പം നമുക്ക് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതിനെക്കുറിച്ച് എങ്ങനെയാണ് ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആണോ അപ്രോപ്രിയേഷൻ ആണോ എന്നതൊന്നും ഇല്ലെങ്കിൽ രണ്ട് സിറ്റുവേഷൻ വരും. ഒന്ന്, ലോസ് ഇസ് ഇൻകേർഡ്, ലോസ് ആണ് ഒരു ഫേമിനെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുവോ? ഇല്ല. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇസ് നോട്ട് അലൗഡ്. ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ്റെ അകത്ത് വരികയാണ് ഇൻട്രസ്റ്റ് 5% ഉണ്ട്, ഒരു പാർട്ട്ണറിന് ഇൻട്രസ്റ്റ് 5% പാർട്ട്ണർഷിപ്പ് ഫേം കൊടുക്കുന്നുണ്ട്, പക്ഷേ ഈ വർഷം പ്രോഫിറ്റ് ഒന്നുമില്ല, ലോസ് ആണ് ഫേമിനെങ്കിൽ നിങ്ങൾ ഇൻട്രസ്റ്റ് കൊടുക്കുവോ? ഇല്ല. നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് നോട്ട് അലൗഡ്. നെക്സ്റ്റ് സിറ്റുവേഷൻ ഇസ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു ഓർ മോർ ദാൻ ദ ഇൻട്രസ്റ്റ്. ഓക്കെ, ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ള അത്രയും പ്രോഫിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അതിനെക്കാട്ടിലും കൂടുതൽ ഇൻട്രസ്റ്റിനെക്കാട്ടിലും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, സോ ലോസ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുവോ? ഇല്ല. പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് അനുസരിച്ച് എത്ര ശതമാനം കൊടുക്കണമെന്ന് പറഞ്ഞാൽ ലോസ് ആണെങ്കിൽ നമ്മൾ കൊടുക്കില്ല. പ്രോഫിറ്റ് ഉണ്ട്, ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ള പ്രോഫിറ്റ് എങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കും. ഓക്കെ, അടുത്ത സിറ്റുവേഷൻ എന്ന് പറയുന്നത് സിറ്റുവേഷൻ നമ്പർ 3, പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ഇസ് ലെസ് ദാൻ ദ ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റിനെക്കാട്ടിലും കുറവാണ്, ഇൻട്രസ്റ്റ് കൊടുക്കുന്നതിനെക്കാട്ടിലും കുറവാണ് പ്രോഫിറ്റ്. അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു 10,000 ആണെന്ന് വിചാരിക്കുക. ഓക്കെ,
നമ്മുടെ കയ്യിൽ ഈ വർഷത്തെ പ്രോഫിറ്റ് പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു 8,000 ഉള്ളെങ്കിൽ ഈ 10,000 നമുക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. 8,000 വരെ നമുക്ക് കൊടുക്കാം. ഓക്കെ, സോ ഇൻട്രസ്റ്റ് ഈസ് അലൗഡ് ഓൺലി ടു ദ എക്സ്റ്റെന്റ് ഓഫ് പ്രോഫിറ്റ്. സോ ഈ കേസിൽ ഓൺലി ടു ദ എക്സ്റ്റെന്റ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8,000 റുപ്പീസ് വരെ നമുക്ക് കൊടുക്കാം, ഇൻട്രസ്റ്റ് കൊടുക്കാം. ആൻഡ് അത് ഏത് റേഷ്യോയിലായിരിക്കും കൊടുക്കുന്നത്? ഇൻ ദ റേഷ്യോ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓഫ് ഈച്ച് പാർട്ട്ണർ. അതായത് പാർട്ട്ണറിന്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാന്ന് വെച്ചാൽ അതിന്റെ റേഷ്യോ അനുസരിച്ചാണ്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് സം നമുക്ക് കാണാം. നെക്സ്റ്റ്, when the partnership deed provide for interest on capital as a charge. പാർട്ട്ണർഷിപ്പ് ഡീഡ് പറയുകയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണം. ഇറ്റ് ഈസ് ആസ് എ ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലായിരിക്കും ഇത് റെക്കോർഡ് ചെയ്യുന്നത്. ഒന്ന്. അടുത്ത കണ്ടീഷൻ എന്താന്ന് വെച്ചാല് പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ലോസ് ആണെങ്കിലും ഒരു ഫേമിന് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും നമ്മൾ ഈ ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കണം. Okay, so അതാണ് when the partnership deed provides the interest on capital as a charge. If it is charge against profit, നമ്മൾക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ഫേമിന് പ്രോഫിറ്റ് ഉണ്ടെങ്കിലും നഷ്ടം ഉണ്ടെങ്കിലും നമ്മൾ അത് കൊടുത്തിരിക്കണം. Okay, so in this case interest on capital is allowed whether the firm has earned profit or has incurred loss. Such interest is recorded in the profit and loss account as expense. So ഇത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഒരു എക്സ്പെൻസ് ആയിട്ടായിരിക്കും നമ്മൾ ഈ ഇൻട്രസ്റ്റിനെ കാണിക്കുന്നത്. ഓക്കെ, സോ എപ്പോഴും മനസ്സിൽ വെക്കുക, ഇഫ് ഇൻട്രസ്റ്റ് ഒരു ചാർജ് ആയിട്ടാണ് കാണിക്കുന്നതെങ്കിൽ ഒന്ന് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യും. അടുത്തെന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണെങ്കിൽ ലോസ് ആണെങ്കിൽ നമുക്കത് കൊടുത്തിരിക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി condition, treating interest as an appropriation of profit. When profit are sufficient, profit ആവശ്യത്തിനുണ്ടെങ്കിൽ full amount കൊടുക്കാം. When profit are not sufficient അല്ലെങ്കിൽ interest on capital is allowed maximum amount. എത്ര മാത്രം കൊടുക്കാം? ഇൻട്രസ്റ്റ് ക്യാപിറ്റലിന്റെ ഇൻട്രസ്റ്റ് എത്രയാണോ ആ റേഷ്യോ അനുസരിച്ച് അവരുടെ പ്രോഫിറ്റ് വീതിച്ചു കൊടുക്കും. ഓക്കെ, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടു നോക്കാം. Arun and Ajay are partners sharing profit and loss in the ratio 3:2. So അവരുടെ profit sharing ratio എത്രയാണ്? 3:2. The capital account shows a balance of 15 lakh and 20 lakh. അവരുടെ capital എന്ന് പറയുന്നത് 15 ലക്ഷം ഉണ്ട്, 20 ലക്ഷമാണ് അജയുടേത്. And show the treatment of interest on capital. ഇവരുടെ interest on capitalനെ എങ്ങനെയായിരിക്കും നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ടത്? പല സിറ്റുവേഷനിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് കാണാം. If the partnership deed is silent as to the payment of interest on capital and the profit for the year is rupees 5 lakh, അതായത് പ്രോഫിറ്റ് 5 ലക്ഷം ഉണ്ട്, ഇൻട്രസ്റ്റ് ഒന്നും കൊടുക്കാനായിട്ട് പറയുന്നില്ല എങ്കിൽ നമ്മൾ പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കണോ? No. In the absence of specific provision in the deed, no interest will be paid on the capital to the partners. The whole amount of profit will, however, be distributed among the partners in the profit sharing ratio. എന്നിരുന്നാലും ഈ പ്രോഫിറ്റിനെ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ പാർട്ട്നേഴ്സിന് കൊടുക്കും. പക്ഷെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ഐറ്റം അതിൻ്റെ അകത്ത് പോകുന്നില്ല. ഇനി അടുത്തത്, ഇഫ് ദ പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രൊവൈഡ് ഫോർ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, അത് എത്രയാണ്? 8%. ആൻഡ് ഫേം ഇൻകോർഡ് ലോസ്. ഫേമിന് നഷ്ടമാണ് ഈ വർഷം ഉണ്ടായത്. നഷ്ടം ഉണ്ടായെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണോ? വേണ്ട. As the firm has incurred loss during the year, no interest on capital will be allowed to any partner. So ഒരു ഫേമിന് ആ വർഷം നഷ്ടമാണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. ലാഭമാണെങ്കിൽ കൊടുക്കാം, പക്ഷെ പാർട്ട്ണർഷിപ്പ് ഡീഡിലൊന്നും പറയുന്നില്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. സോ ലോസ് ആണെങ്കിൽ you don't need to pay interest on capital. If the partnership deed provides for interest on capital at 8% per annum and the firm earned a profit of rupees 5 lakh, അതായത് ഈ ഫിനാൻഷ്യൽ ഇയറിൽ 5 ലക്ഷം രൂപ ഏൺ ചെയ്തു പ്രോഫിറ്റ് ആയിട്ട്, അപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണമെന്ന് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് നമുക്ക് എത്ര രൂപ ഫുൾ എമൗണ്ട് കൊടുക്കാൻ പറ്റുമോ? പറ്റും. കാരണം എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ അരുൺസ് ക്യാപിറ്റൽ, അരുണിന്റെ ക്യാപിറ്റൽ 15 ലാഖിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 1,20,000 ആണ്. അജയുടെ ക്യാപിറ്റൽ ആയ 20 ലാഖിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 1,60,000 ആണ്.
അതായത് അവരുടെ രണ്ടിന്റെയും കൂടെ ആകെ ടോട്ടൽ എത്രയാണ് കൊടുക്കേണ്ടത്? 2,80,000 കൊടുത്താൽ മതി അല്ലെ? 2,80,000 rupees ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആയിട്ട് കൊടുക്കേണ്ടത്. ഇനി നമ്മുടെ കയ്യിൽ പ്രോഫിറ്റ് എത്രയുണ്ട്? പ്രോഫിറ്റ് 5 lakh ഉണ്ട്. അപ്പോൾ 5 lakh rupees ഇന്ന് 2,80,000 ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാൻ പറ്റുമോ? പറ്റും. So profit is sufficient to pay interest at agreed rate. അതുകൊണ്ട് the whole amount of interest on capital, ഈ amount മൊത്തം കൊടുക്കാൻ പറ്റും. Shall be allowed and remaining profit amounting rupees 2,20,000. ബാക്കി വരുന്ന 2,20,000 രൂപ പാർട്ട്നേഴ്സിന് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ വീതിച്ചെടുക്കും. ഓക്കെ. ഇനി അടുത്ത കേസ്, if the partnership deed provides for interest on capital, പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. എത്ര ശതമാനം? 8%. ആൻഡ് ഫോം ഏൺഡ് എ പ്രോഫിറ്റ് ഓഫ് 1,40,000. ഫോമിന്റെ പ്രോഫിറ്റ് എത്രയാണ്? പ്രോഫിറ്റ് ഉണ്ട്, പക്ഷെ 1,40,000 രൂപയേ ഉള്ളൂ പ്രോഫിറ്റ് എങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് കൊടുക്കാൻ പറ്റുമോ? നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു മുമ്പത്തേതിൻ്റെ അകത്ത് 2,80,000 rupees അല്ലെ? 1,60,000 1,20,000 അജയ്ക്ക്, അരുണിന് 1,20,000 ഉണ്ടായിരുന്നു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അജയുടെ 1,60,000 ഉണ്ടായിരുന്നു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അത് രണ്ടും കൂടെ കൂട്ടി 2,80,000 ആയിരുന്നു അവരുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ കയ്യിൽ എത്ര രൂപയുണ്ട് പ്രോഫിറ്റ്? പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,40,000 ഉള്ളൂ. സോ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റുമോ? ഈ 2,80,000 കൊടുക്കാൻ പറ്റത്തില്ല. ഇനി നമ്മൾ എങ്ങനെ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും? നമ്മൾ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അവരുടെ ക്യാപിറ്റൽ റേഷ്യോയിൽ, അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ റേഷ്യോ. അതായത് ഹിയർ ഇറ്റ് ഇസ് 1,20,000 ഈസ് ടു 1,60,000 ഈസ് ടു 1,60,000. അതാണ് അവരുടെ ഇൻട്രസ്റ്റിന്റെ റേഷ്യോ. അതായത് അതിനെ ഏറ്റവും ലീസ്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുവാണെങ്കിൽ എങ്ങനെ വരും? 12:16, ദാറ്റ് ഈസ് 3:4 അല്ലേ? 3 into 4 12, 4 into 4 16. So the ratio is 3:4 റേഷ്യോയിൽ അവർക്കിത് വീതിച്ചു കൊടുക്കണം. എത്ര? ഈ 1,40,000 rupees. സോ നമുക്ക് നോക്കാം എങ്ങനെ വീതിച്ചു കൊടുക്കാന്ന്. 1,40,000 3:4 റേഷ്യോയിൽ into 3/7. So how much is that? It is 60,000. അരുണിന് 60,000 കിട്ടും. അജയ്ക്ക് എത്ര കിട്ടും? 1,40,000 into 4/7. അജയ്ക്ക് എത്ര കിട്ടും? അജയ്ക്ക് 80,000. So 60,000 for Arun and 80,000 for Ajay. അജയ്ക്ക് 80,000 അരുണിന് 60,000 കിട്ടും. Effectively, this amount of sharing the firm's profit in the ratio of interest on capital. Firm's profit in the ratio of interest on capital. Firmന്റെ പ്രോഫിറ്റ് എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ പല സിറ്റുവേഷൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് സിറ്റുവേഷൻ, പാർട്ട്ണർഷിപ്പ് ഡീഡില് ഒന്നും പറയുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഒന്നും പറയുന്നില്ല എങ്കിൽ, സൈലന്റ് ആണെങ്കിൽ നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇനി സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറയുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ അകത്ത് ചാർജ് ആണോ അപ്രോപ്രിയേഷൻ ആണോ എന്ന് പറയുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ അതിനെ അപ്രോപ്രിയേഷൻ ആയിട്ടാണ് കാണുന്നത്. നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, പക്ഷേ പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം. ലോസ് ആണെങ്കിൽ കൊടുക്കുവോ? ലോസ് ആണെങ്കിൽ നമ്മൾ കൊടുക്കില്ല. ഓക്കെ, ഇനി അടുത്ത സിറ്റുവേഷൻ എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറയുന്നുണ്ട് പ്രോഫിറ്റ് ആവശ്യത്തിനുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും കൊടുക്കാം. പ്രോഫിറ്റ് ആവശ്യത്തിനില്ല എങ്കിലോ, പ്രോഫിറ്റ് ഇസ് ലെസ്, നോ സഫിഷ്യന്റ് പ്രോഫിറ്റ് എങ്കിൽ നമ്മൾ ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുവോ? കൊടുക്കും. പക്ഷെ എങ്ങനെയാണ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ റേഷ്യോയിൽ ആണ് നമ്മളത് കൊടുക്കുന്നത്. ഓക്കെ, സോ ലോസ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുവോ? കൊടുക്കില്ല. ഇനി
ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് എന്നാണ് നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഡീഡ് എഗ്രിമെന്റ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമ്മൾ കൊടുക്കുവോ? കൊടുക്കും. പാർട്ട്ണർഷിപ്പ് ഡീഡിന് എഗ്രിമെന്റിൽ ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ലാഭമാണേലും നഷ്ടമാണേലും എത്രയോ ശതമാനമാണോ ഇൻട്രസ്റ്റ് പറഞ്ഞിരിക്കുന്നത് അത്രയും ശതമാനം തന്നെ കൊടുത്തിരിക്കണം. സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ കിട്ടുമ്പം അതിൻ്റെ അകത്ത് ഈ ഒരു കേസസ് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഇതിൽ ഏതനുസരിച്ചാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യുക. സോ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.